പ്രിയപ്പെട്ട ക്രിസ്തുവിലെ എൻ്റെ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ രക്ഷകനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമായ ഈ ക്രിസ്മസ് ദിനത്തിൽ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ദിന ആശംസകൾ നേരുന്നു. ബെത്ലഹേമിലെ ഒരു ചെറു കാലിത്തൊഴുത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിനയത്തോടെയും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ അനുസരണത്തിലൂടെയും ദൈവപുത്രൻ മനുഷ്യനായി പിറന്ന ജന്മദിനമാണ് ക്രിസ്മസ്. ഇത് ദൈവത്തിൻ്റെ അളവില്ലാത്ത സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെയും മഹത്തായ വെളിപാടാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ വാക്കുകൾ ഈ ദിനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം അകന്നു നിന്നുകൊണ്ടല്ല, മറിച്ച് മനുഷ്യന്റെ ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും നമ്മോടൊപ്പം മനുഷ്യനായി ഇറങ്ങി വന്നുകൊണ്ടാണ് അവന്റെ സ്നേഹം അവൻ പ്രകടിപ്പിച്ചത് എന്നാണ്. ദൂതന്മാർ പ്രഖ്യാപിച്ച ഈ സന്ദേശം ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങണം. ഉയരങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവത്തിന് വിളിച്ചവർക്ക് സമാധാനം. ഈ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലും ലോകത്തിലും സഭയിലും അത് വിരിയുന്നു. ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ സ്വയം പരിശോധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന് ഒരു ചെറു ഭവനമെങ്കിലും രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും അതുപോലെ തന്നെ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നമ്മുടെ കർത്താവിൻ്റെ സ്നേഹവും ക്ഷമയും പ്രതിഫലിക്കുന്നുണ്ടോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഒരു സഭയായി വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ വെളിച്ചം ലോകത്തിലേക്ക് കൊണ്ടുപോകുവാനാണ്. ദരിദ്രർക്കായി പങ്കിടലിൻ്റെയും ദുഃഖിതർക്ക് ആശ്വാസത്തിൻ്റെയും പാപികൾക്ക് കരുണയുടെയും സഭയായി നാം മാറേണ്ടതുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിശ്വാസവും വിനയവും നമ്മുടെ ഹൃദയങ്ങളിൽ മാതൃകയാകട്ടെ. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ അനുസരണയും നിശബ്ദ സേവനവും നമ്മെ ശക്തരാക്കി തീർക്കട്ടെ. ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ കുടുംബങ്ങളിലും സഭയിലും ലോകത്തിലും നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ സമാധാനത്താൽ നിറയട്ടെ. ഏവർക്കും ക്രിസ്തുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ ക്രിസ്മസ് ദിനത്തിൽ ഏവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. മേരി ക്രിസ്മസ്.